നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്ര ഗവൺമെന്റിനെ തളർത്താമെന്ന ചിലരുടെ വ്യാമോഹം നടപ്പില്ലെന്ന് കേന്ദ്രമന്ത്രി വയലാർ രവി. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. കാഞ്ഞിരമറ്റം ഹൈസ്കൂളിന് നഗരസഭ അനുവദിച്ച കമ്പ്യൂട്ടറുകൾ കൈമാറി. വാർത്തകൾ വിശദമായി. UPA ഗവൺമെന്റിനെ തളർത്താമെന്ന ചിലരുടെ വ്യാമോഹം നടക്കില്ലെന്ന് കേന്ദ്ര പ്രവാസികാര്യമന്ത്രി വയലാർ രവി. കേന്ദ്ര ഗവൺമെന്റിനെതിരായി പടയൊരുക്കം നടത്തുകയാണ്. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട്. നുണ പറഞ്ഞും അർത്ഥസത്യങ്ങൾ പറഞ്ഞും കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്. പാവങ്ങൾക്കും പട്ടിണിക്കാർക്കും ജീവിക്കാൻ കഴിയുന്ന ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയത് ഈ ഗവൺമെന്റാണ്. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വയലാർ രവി. UPA ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഇവിടെ നമ്മുടെ UDF ഗവൺമെന്റും ചെയ്യുന്ന കാര്യങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ മറ്റാരേക്കാൾ മുന്നിൽ നിൽക്കുന്നത് നിശ്ചയമായും നമ്മുടെ NGO-മാർ പ്രത്യേകിച്ച് NGO അസോസിയേഷൻ തന്നെയാണ് എനിക്ക് സംശയം. അതുകൊണ്ട് നമുക്ക് ജനങ്ങളോട് പറയാൻ കഴിയണം എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇന്നിപ്പോ നിങ്ങൾക്കറിയാം കേന്ദ്ര ഗവൺമെന്റിനെതിരായി പടയൊരുക്കം നടത്താനുള്ള ശ്രമം ചില ആളുകൾ നടത്തുന്നുണ്ട്. പടയൊരുക്കം നടത്തുകയാണ്. എന്തിനാണ് പടയൊരുക്കം? കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ കൊണ്ട് പിന്തുണയുണ്ട്. അത് പാവങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടികളാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയമായ ഒരു പ്രവർത്തനത്തിന്റെ ഒരു എതിർപ്പിന്റെ ഭാഗമായി നമ്മുടെ കേന്ദ്രത്തിലെ UPA ഗവൺമെന്റിനെ, കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെന്റിനെ നുണ പറഞ്ഞും അർത്ഥസത്യങ്ങൾ പറഞ്ഞും എതിർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് പലപ്പോഴും ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന കള്ളക്കഥകൾ എന്നാണ് ഞാൻ പറയാൻ. ആർക്കും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ആരെങ്കിലും എതിരുണ്ടോ? രാഷ്ട്രീയം മത്സരിക്കാം, ആർക്കും വരാം, നമുക്ക് കുഴപ്പമില്ല. ധാരാളം പാർട്ടികൾ ഇങ്ങനെ കൂടുപോലെ വരികയും ഉണങ്ങിപ്പോകും. നമ്മൾ കണ്ടവരാണ് ഇന്ത്യ രാജ്യം ജനങ്ങൾ. എല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ UPA ഗവൺമെന്റിനെ തളർത്താമെന്ന് വ്യാമോഹിക്കുന്നവർ അതൊരിക്കലും നടക്കുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരെ സഹായിക്കാനുള്ള ഈ കാര്യം വലിയ താല്പര്യക്കാരുണ്ട്. ഈ രാജ്യത്തെ നമ്മളറിയാമല്ലോ, വൻകിട മുതലാളിത്ത ശക്തികൾ പിന്തുണയ്ക്കുന്നത് ആരെയാണ്? അവരാരെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്? ശ്രീ മൻമോഹൻ സിംഗിനെ ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഗവൺമെന്റിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? കേരള NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കോട്ടാതല മോഹനൻ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. NGO അസോസിയേഷൻ ഉണ്ടായ കാലഘട്ടം എല്ലാവർക്കും അറിയാം. ഇടത് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നുകത്തിൻ കീഴിൽ കേരളത്തിൽ അന്നുണ്ടായിരുന്ന സർവീസ് സംഘടനകൾ ഒരുതരം അടിമപ്പണിക്ക് തുടർന്നപ്പോഴാണ് കേരളത്തിലെ സംസ്ഥാന ജീവനക്കാർ, ജനാധിപത്യബോധമുള്ള, അവകാശബോധമുള്ള സംസ്ഥാന ജീവനക്കാർ, പ്രത്യേകിച്ച് NGO-മാർ എറണാകുളത്ത് വെച്ച് 74 ഒക്ടോബർ 27 നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഈ പ്രസ്ഥാനത്തിന്റെ പിറവി മുതൽ ഇന്നേ വരെ, ഈ നിമിഷം വരെ സംസ്ഥാന ജീവനക്കാരെ നാം വഞ്ചിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാർ ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വമായി കാണുന്നു. തുടർന്ന് മുനിസിപ്പൽ മൈതാനിയിൽ സംസ്ഥാന കൌൺസിൽ യോഗം നടന്നു. അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ പോകണം.
തോമസിന്റെയും വകയായുള്ള തുകയാക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഭാരവാഹികളും തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവൻ നേതാക്കളും ഇതിൽ പങ്കെടുക്കും. സംസ്ഥാന കമ്മിറ്റിയിലെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളും. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ ജീവനക്കാരുടെ പ്രകടനം നടന്നു. കനത്ത മഴയെ അവഗണിച്ചായിരുന്നു പ്രകടനം. കേരള NGO അസോസിയേഷന്റെ 38ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രകടനമാണ് നിങ്ങളുടെ കൺമുന്നിലൂടെ മുനിസിപ്പൽ മൈതാനത്തേക്ക് നടന്നുകൊണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൽ ആരായാലും ജീവനക്കാരന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ കേരള NGO തൊടുപുഴ നഗരസഭ കാഞ്ഞിരമറ്റം ഗവൺമെന്റ് ഹൈസ്കൂളിന് അനുവദിച്ച കമ്പ്യൂട്ടറുകൾ കൈമാറി. നഗരസഭ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബിലി സാഹിബ് കമ്പ്യൂട്ടറുകൾ ജില്ലാ അധികൃതർക്ക് കൈമാറി. സ്കൂൾ ഹെഡ് മാസ്റ്റർ, മുനിസിപ്പൽ കൌൺസിലർ TS രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞതുമായ ഒരു സായാഹ്നം പങ്കിടുവാൻ വേണ്ടിയാണ്. 2011-12 പദ്ധതി തൊടുപുഴ മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ പ്രദേശത്ത് IT ഉപകരണങ്ങൾ വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടി ഏകദേശം 7 ലക്ഷം രൂപയോളം മാറ്റിവെക്കുകയുണ്ടായി. ഇതിനു വേണ്ടിയുള്ള പ്രത്യേക അനുവാദം സംസ്ഥാന സർക്കാരിൽ നിന്നും ഏറെ വൈകിട്ടാണെങ്കിൽ ലഭിച്ചെങ്കിൽ പോലും 1-2 ദിവസങ്ങളിൽ ഇത് വിതരണം ചെയ്യുന്നത്, വാങ്ങുന്നതിനും വിതരണം ചെയ്യുന്നതിനും വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വളരെ ധൃതിയിൽ തന്നെ നടത്തി ഈ ഫണ്ട് പാഴായി പോകാതിരിക്കുവാൻ ഇത് നമ്മുടെ സ്കൂളുകളിൽ UP തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ വിതരണം ചെയ്യുന്നതിന് ഏകദേശം ഒരു 36 മണിക്കൂർ മാത്രമാണ് നമുക്ക് ഇതിനു വേണ്ടി കിട്ടിയ സമയം. പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിക്കുന്ന ജില്ലാ വാഹന പ്രചരണ ജാഥ തൊടുപുഴ മേഖലയിൽ പര്യടനം നടത്തി. പോപ്പുലർ ഫ്രണ്ട് എന്തുകൊണ്ട് എന്ന് വിശദീകരിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായാണ് ജാഥ സംഘടിപ്പിച്ചത്. മങ്ങാട്ടുകവലിയിൽ ജില്ലാ പ്രസിഡന്റ് അൻവർ ഹുസൈൻ മൗലവി ജാഥ ഉദ്ഘാടനം ചെയ്തു. ഷാനി പെരിയാർ, സക്കീർ ഹുസൈൻ, നിസാർ തൊടുപുഴ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. മാതാ അമൃതാനന്ദ മയ്യം ശ്രീ രവിശങ്കറെ പോലുള്ള ഈ രാജ്യത്തെ ഏറ്റവും അധികം ഫണ്ടിംഗ് സംവിധാനമുള്ളവർക്ക് ഈ രാജ്യത്ത് നിന്ന് എവിടെ നിന്ന് പണം വരുന്നു, എവിടെയാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാനും അന്വേഷിക്കാനും അന്വേഷണോദ്യോഗസ്ഥന്മാർക്കോ ഇവിടുത്തെ പത്രക്കാർക്കോ താല്പര്യമില്ല. അവർക്കിഷ്ടം മുസ്ലിം സമുദായത്തിന്റെ ചങ്കിലെ ഒരു റാത്തിൽ ഇറച്ചിയ.
ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മുസ്ലിങ്ങളെക്കാളും ഭയപ്പെടുത്തപ്പെട്ടുകൊണ്ട് ഗുജറാത്തിലെ നരോദ പാർട്ടിയിൽ 9 മാസം ഗർഭിണിയായ പാവപ്പെട്ട കൗസർബിയുടെ വയറ് കുത്തിക്കീറിയിട്ട് അതിൽ നിന്നും ഗർഭശിശുവിനെ പുറത്തെടുത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് പിടിച്ചിട്ട് വന്ദേ മാതരം പാടുന്ന RSSകാരന് മുന്നിൽ അതിനത് പറഞ്ഞ് പതറരുത്. ഈ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ, ഈ രാജ്യത്ത് മതപരമറ്റ പിന്നാക്കത്തിനോട് ശക്തിയും ആവേശവുമാകാൻ ഇവിടുത്തെ ജനകീയ പ്രക്ഷോഭങ്ങളോട് മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്ന് ഈ രാജ്യത്തോട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിളിച്ചു പറഞ്ഞെന്നുള്ള തെറ്റാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചെയ്തത്. ഇത് ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്കാകില്ല. കാരണം ഞങ്ങളുടെ മതത്തിന്റെ സംവിധാനം അതാണ്. ഞങ്ങളുടെ മതം പറയുന്നത് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ കടന്നു വന്നപ്പോ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഈ പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യത്ത് ഈ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നികുതി കൊടുക്കില്ല എന്ന് ആദ്യമായി ഉറക്കം പ്രഖ്യാപിച്ച ഒരു മതത്തിന്റെ അനുയായികളാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകര്. അവർ പറയുക ഈ രാജ്യത്ത് പൊരുതിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത് നിലനിർത്താനും പോരാടാനുള്ള തന്റെ ഇച്ഛാശക്തിയുമുള്ള ഒരു നവ സാമൂഹിക പ്രസ്ഥാനമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കടന്നു വരുമ്പോ അതിനെ ചോരയിൽ മുക്കി കൊല്ലാനും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്ന രാഷ്ട്രത്തിന്റെ ശത്രുക്കളോട്, മുസ്ലിങ്ങളുടെ ശത്രുക്കളോട്, ഈ സമുദായത്തിന്റെ ശത്രുക്കളോട്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ശത്രുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരുണ്യത്തിന്റെ കരുത്തുമായി കടന്നു വരുന്ന ഈ നവസാമൂഹിക പ്രസ്ഥാനത്തെ അടിച്ചെടുക്കാനും ഭയപ്പെടുത്താനും കീഴ്പ്പെടുത്താനും ശ്രമിക്കുന്നവരുടെ നിങ്ങളുടെ വേലകളെല്ലാം തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ സ്പോർട്സ് ദിനം ആഘോഷിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വൻ പ്രാതിനിധ്യമാണ് ഉണ്ടായിരുന്നത്. പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചേറ്റൂർ, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കലാകായിക രംഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം അവർക്ക് ലഭിക്കേണ്ടത് വിദ്യാഭ്യാസത്തോടൊപ്പം ആവശ്യമാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ എന്ന ചൊല്ല് നമുക്കൊക്കെ അറിയാം. വിദ്യാർത്ഥികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലെ കഴിവും അവരുടെ വ്യക്തിത്വ വികസനത്തിനും എല്ലാം ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് അവരുടെ ശാരീരിക ക്ഷമത അനുദിനം വർദ്ധിക്കുവാനായിട്ട് ഇപ്രകാരമുള്ള സ്പോർട്സ് ഇവൻറ്റ്സ് അവരെ സഹായിക്കും എന്നുള്ളതിൽ സംശയമില്ല. എല്ലാ കായിക പ്രേമികൾക്കും, പ്രത്യേകിച്ച് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. തൊടുപുഴയിൽ പുതുതായി ആരംഭിച്ചിരിക്കുന്ന ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ നിർവഹിക്കും. ഉച്ചയ്ക്ക് 12:30 ചടങ്ങ്. ഇടുക്കി റോഡിൽ സെന്റ് മേരീസ് ആശുപത്രിക്ക് സമീപമാണ് പുതിയ കണ്ണാശുപത്രി പ്രവർത്തിക്കുന്നത്. ഏറ്റവും നൂതന ചികിത്സാ സമ്പ്രദായം ഇവിടെ ലഭ്യമാണ്. ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് കണ്ണിന് മാത്രമായി ഒരു ആശുപത്രി തുടങ്ങുന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തോടൊപ്പം ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ്, ബഹുമാനപ്പെട്ട ഇടുക്കി MP ശ്രീ PT തോമസ്, പ്രമുഖ വ്യക്തികൾ, നഗരസഭ ചെയർമാൻ ശ്രീ TJ ജോസഫ് തുടങ്ങി വിവിധ വ്യക്തികൾ പങ്കെടുക്കുന്നു. അവരുടെ സാന്നിധ്യത്തിൽ നാളെ ഉച്ചയ്ക്കാണ് ഉദ്ഘാടനം. നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സർവീസുകൾ ഏറ്റവും ആധുനിക രീതിയിലുള്ള തിമിര ശസ്ത്രക്രിയ എന്ന് വെച്ചാൽ അതിൽ നോ ഇഞ്ചക്ഷൻ, നോ സ്റ്റിച്ച്, തയ്യലൊന്നും ഉണ്ടാവില്ല, നോ പെയിൻ, ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കകം വീട്ടിൽ പോകാൻ സാധിക്കുന്നതാണ്. അഡ്മിഷൻ്റെ ആവശ്യമില്ല. കണ്ണിൻ്റെ വിവിധ വിഭാഗങ്ങളായ കോർണിയ വിഭാഗം, ഗ്ലോക്കോമ അല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രഷറിൻ്റെ അസുഖത്തിൻ്റെ വിഭാഗം,
ഒക്കുലോപ്ലാസ്റ്റി, അതായത് സ്ക്വിൻ്റ്, പീഡിയാട്രിക് ഒഫ്താൽമോളജി, കുട്ടികളുടെ കണ്ണിൻ്റെ വിഭാഗം, റെറ്റിന വിഭാഗം, അതായത് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ വിഭാഗം തുടങ്ങി വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനു വേണ്ട വിദഗ്ധന്മാരായ ഡോക്ടർമാരുടെ സേവനം വരും കാലങ്ങളിൽ ലഭ്യമാക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ഉള്ള 3 ഡോക്ടർമാരെ കൂടാതെ മറ്റ് റിട്ടയർ ചെയ്ത പ്രമുഖരായ ഡോക്ടർമാരുടെ സേവനം വരുന്ന നാളുകളിൽ ലഭ്യമാക്കാനും ഈ ഹോസ്പിറ്റലിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. തൊടുപുഴയിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന സ്കോട്ടിയ ബാങ്കേഴ്സിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 4-ന് മന്ത്രിമാരായ PJ ജോസഫ്, അനൂപ് ജേക്കബ് എന്നിവർ ചേർന്ന് നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് ഫിലാറ്റിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് ഗാലറിയുടെ ഉദ്ഘാടനവും ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസ സഹായ വിതരണം ചടങ്ങിൽ PT തോമസ് MPയും ചികിത്സാ സഹായ വിതരണം ജോസഫ് വാഴക്കൻ MLAയും നിർവഹിക്കും. സ്കോട്ടിയ ബാങ്ക് ഡയറക്ടർ ജോമിൻ ജോസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭം എന്ന് പറയാൻ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ഈ ഒരു സൊസൈറ്റിയായിട്ട് ഫോം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക. പിന്നെ ഞങ്ങളുടെ സ്വകാര്യ കളക്ഷൻ, അതായത് ലാഭമാണ് പറയുന്നത്, ഞങ്ങളുടെ സ്വകാര്യ കളക്ഷൻ, അതിന്റെ വില സാധാരണക്കാർക്ക് അതിന്റെ വില അറിയില്ല. ഉദാഹരണത്തിന് ഗാന്ധിയുടെ സ്റ്റാമ്പ് 1947 മഹാത്മാഗാന്ധിയുടെ 10 രൂപ സ്റ്റാമ്പിന് ഇന്ന് മാർക്കറ്റിൽ 30,000 രൂപ വരെ വിലയുണ്ട്. 30,000 രൂപ വരെ. അത് മിന്റ് സ്റ്റാമ്പിനാണ്, യൂസ്ഡ് അല്ല, മിന്റ് സ്റ്റാമ്പ്സിന് ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യില്ല. അപ്പൊ അത്രയും ഉണ്ട്. ഇത് പലർക്കും അറിയില്ല, പലരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ നാണയങ്ങൾ, കൊച്ചിയുടെ നാണയങ്ങൾ, ഇങ്ങനെ പലരുടെയും വീടുകളിലും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലൊരുപ്പുണ്ട്. അപ്പൊ അതിന്റെ വില എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുക. അതുപോലെ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇതിന് ഇത്ര വിലയുണ്ടെന്ന് ബോധ്യപ്പെട്ടാലാണല്ലോ അതിനുള്ള മീറ്റുകൾ സംഘടിപ്പിച്ച് അതിനെക്കുറിച്ച് ഞങ്ങൾ അപ്രൈസേഴ്സിനെ കൊണ്ടുവരാറുണ്ട്. അതുപോലെ ആർക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കാറുണ്ട്. മറ്റുള്ളവരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ചുങ്കം സെന്റ് ജോസഫ്സ് UP സ്കൂളിൽ മാധ്യമം വെളിച്ചം പദ്ധതി ആരംഭിച്ചു. ഗോൾഡൻ ജുവലറി ഉടമ P അജീബ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് ജിനിമോൾ T ഫിലിപ്പ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി TC ഉഷ നന്ദിയും പറഞ്ഞു. മാധ്യമം BDOC ജയകൃഷ്ണൻ, മാധ്യമം ഏരിയ കോർഡിനേറ്റർ LK റഹീം തുടങ്ങിയവർ പ്രസംഗിച്ചു. ആസൂത്രണം ചെയ്ത് ഇവിടെ കൂടിയിരിക്കുകയാണ്. പത്രത്തിന്റെ BDO ആയ ജയകൃഷ്ണൻ സ്കൂളിൽ വരികയും നമ്മുടെ സ്കൂളിലേക്ക് ഇതിന്റെ പിന്നിൽ ഏറെ പ്രവർത്തനങ്ങളുണ്ട്. പത്രം കൃത്യമായി വില കൊടുക്കണം, അല്ലെ? പത്രം നമ്മൾ വാങ്ങിക്കുമ്പോ എങ്ങനെയാ? പക്ഷെ നമ്മുടെ സ്കൂളിൽ പത്രം എത്തിച്ച ആളെ കണ്ടുപിടിക്കണം, അവര് സ്പോൺസർ ചെയ്യണം. എന്നിട്ട് കൃത്യമായതിനു വേണ്ടി ഇത്ര വലിയ ത്യാഗം മാധ്യമം പത്രത്തിന്റെ തരുന്നതിന് വേണ്ടി ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ LK റഹീം ആണ്. മാധ്യമം പത്രത്തിന്റെ ഏരിയ കോർഡിനേറ്ററാണ് അദ്ദേഹം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ഗവൺമെന്റിനെ തളർത്താമെന്ന ചിലരുടെ വ്യാമോഹം നടപ്പില്ലെന്ന് കേന്ദ്രമന്ത്രി വയലാർ രവി. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. കാഞ്ഞിരമറ്റം ഹൈസ്കൂളിന് നഗരസഭ അനുവദിച്ച കമ്പ്യൂട്ടറുകൾ കൈമാറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.